ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി ഫ്രോക്ക് ചെയ്യാനാണ്. ഇത് നമ്മൾ 2 കളറിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് പിങ്കും വൈറ്റ് കളർ യാണും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ യാണും വെച്ചിട്ട് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാം. ചെയ്യാനായിട്ട് ഇവിടെ 4 പ്ലേയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് എടുത്തിട്ടുള്ളത്. അക്രിലിക് ആണെങ്കിലും കുഴപ്പമില്ല. 4 പ്ലേ ആയതുകൊണ്ട് ഞാൻ 2.5 mm ഹുക്ക് സെറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഒരുപാട് കളേഴ്സിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ കസ്റ്റമർ പറഞ്ഞ പ്രകാരം പിങ്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 55 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഞാനൊരു 3 to 6 months ആ ഒരു റേഞ്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത് ആ ഒരു മെഷർമെൻറ്റിൻ്റെ രീതിയിൽ എടുക്കുക. ചെസ്റ്റ് നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അതിന് ശേഷം അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 55 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാണോട് ചെയ്യുക, പിന്നെ മുകളിലേക്ക് ഇരിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 അങ്ങനെ നമുക്ക് 55 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 55 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് എടുത്താൽ മതി. അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ്, ഇതിപ്പം ഒരു 8 വയസ്സായ കുട്ടിയുടെ ഡ്രസ്സാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ്, ഏത് വയസ്സിനാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ നെക്ക്, ഇപ്പോൾ ഇവിടെ സിബ് ബാക്ക് സൈഡിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് ചുറ്റിലും നമുക്ക് ഇങ്ങനെ മെഷർമെൻറ്റിൻ്റെ ടാപ്പ് ഇങ്ങനെ ചുറ്റിലും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റിലും വെച്ചിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ 21 ഇഞ്ചാണ് എനിക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് ഉള്ളത്. അപ്പോൾ അത്രയും ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10 വയസ്സായ കുട്ടീൻ്റെതായതുകൊണ്ടാണ്, വലിയ സൈസ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ 55 ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 10 ഇഞ്ചാണുള്ളത്. 10 ഇഞ്ചാണുള്ളത്. അപ്പോൾ ഇതൊരു ന്യൂ ബോണിൻ്റെ സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 to 6 months വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ന്യൂ ബോൺ ടു 3 to 6 months വരെയുള്ള ഒരു സൈസാണിത് 10 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് 10 ഇങ്ങനെ നെക്ക്. അപ്പോൾ നിങ്ങൾ ഏത് കുട്ടിക്കാണോ ചെയ്യുന്നത് അവരുടെ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെ നെക്കിന് ചുറ്റും കൊടുത്തിട്ട് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യാതെ, ഇപ്പോൾ 20 ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ 20 ഇഞ്ച് കിട്ടുന്നവരെ നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. ഇനി നെക്ക് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചെയിൻ സ്റ്റിച്ച് കുറച്ച് കൊടുത്താൽ മതി. 20 എടുക്കണ്ടെന്നുണ്ടെങ്കിൽ 18 അല്ലെങ്കിൽ ഇത് ക്രോഷ്യ ആയതുകൊണ്ട് ഇതിങ്ങനെ വലിഞ്ഞ് കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് 20 ഇഞ്ചാണ് നെക്ക് ഉള്ളതെങ്കിൽ നമുക്ക് 18 ഇഞ്ച്, ഒരു 2 ഇഞ്ച് കുറച്ചിട്ടൊക്കെ എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റിൽ കിട്ടും. പിന്നെ ബാക്കിൽ സിബ് ഒന്നും വെക്കുന്നില്ലല്ലോ. അപ്പോൾ തല കൊള്ളുന്ന ആ ഒരു രീതിക്ക് തന്നെ വേണം നിങ്ങൾ ഹെഡ് ഇതെടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കാം.
ഇതൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മെഷർമെൻറ്റ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്ന രീതി ആദ്യം നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് നെക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. ഫ്രോക്ക് ഉണ്ടെങ്കിൽ ഫ്രോക്ക് എടുത്തിട്ട് ആ ഫ്രോക്കിൽ ഇങ്ങനെ ചുറ്റിലും വെച്ച് കൊടുക്കുക. അപ്പോൾ വലിയ കുട്ടീൻ്റെ സൈസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ ചുറ്റിലും നമുക്കിങ്ങനെ ചുറ്റിലും മെഷർമെൻറ്റ് എടുത്തിട്ട് 20 ഇഞ്ച് 21 ഇഞ്ച് ആ ഒരു രീതിക്ക് ഇങ്ങനെ അത്രയും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ക്രോഷ്യ ആയതുകൊണ്ട് നമ്മൾ 20 ഇഞ്ച് കിട്ടുമ്പോൾ 2 ഇഞ്ച് കുറച്ചിട്ട് 18 ഇഞ്ചിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 54 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ സെയിം സ്പേസിൽ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത 2 സ്പേസിലും 1 ചെയ്യുക. അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്പേസിലും നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ 1 ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്, ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പം 1 ചെയ്തു. പിന്നെ മൂന്നാമത്തേൽ ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ഫസ്റ്റിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് വണ്ണിലും ഒരു ഹാഫ് DC ചെയ്യുക. ഈ തേർഡ് വണ്ണിൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് DC ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് DC ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് DC ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ സെയിം സ്പേസിൽ തന്നെ 2 ഹാഫ് DC ചെയ്ത് കൊടുക്കുക. അപ്പം 1 1 2 എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ആണ്. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 1 1 2 എന്നുള്ള പാറ്റേൺ നമ്മളിങ്ങനെ ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇങ്ങനെ 1 1 2 എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെയിൻ 2 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു നല്ല ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു റൗണ്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹാഫ് DC ചെയിൻ ചെയ്യുക, ഒരു ഹാഫ് DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, ഇവിടെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ ഒരു ഹാഫ് DC. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഒരു ഹാഫ് DC, ചെയിൻ 1, സ്കിപ്പ് 1 ഹാഫ് DC എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്യുക, ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഒരു ഹാഫ് DC ചെയ്യുക, വീണ്ടും ചെയിൻ 1 ചെയ്യുക, ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ ഒരു ഹാഫ് DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, ഇത് സ്കിപ്പ് ചെയ്യുക, അടുത്തതിൽ ഒരു ഹാഫ് DC ചെയ്യുക, ചെയിൻ 1, സ്കിപ്പ് 1 ഹാഫ് DC. ഇങ്ങനെ നമ്മൾ ഈ ഒരു തേർഡ് റൗണ്ട് മുഴുവൻ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സ്കിപ്പ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ സ്കിപ്പ് ചെയ്യുക, ഒരു ഹാഫ് DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, ഇവിടെ സ്കിപ്പ് ചെയ്യുക, അടുത്തതിൽ ഒരു ഹാഫ് DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, ഇവിടെ സ്കിപ്പ് ചെയ്യുക, അടുത്തതിൽ ഹാഫ് DC ചെയ്യുക. നമ്മൾ ഈ ഒരു റൗണ്ട് മുഴുവനും റിപ്പീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടിൽ ഒരു ഹാഫ് DC, ചെയിൻ 1, ഇവിടെ താഴെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഹാഫ് DC, വീണ്ടും ചെയിൻ 1, താഴെ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഒരു ഹാഫ് DC എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്തിട്ട് നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പിലാണ്.
ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 ആയി. ഈ 2 ചെയിൻ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ ഇവിടെ ഈ ഒരു സ്പേസിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ഈ നേരെ കാണുന്ന ഹാഫ് ഡി സിൻ്റെ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഹാഫ് ഡി സിൻ്റെ നേരെ നമുക്കൊരു ഹാഫ് ഡി സി ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ഹാഫ് ഡി സി ആയി. പിന്നെ ഈ ഒരു സ്പേസിൽ 4ാമത്തെ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്പേസിലും നമ്മൾ 2 എണ്ണം ചെയ്തു. 2 ചെയിന് ഒരു ഹാഫ് ഡി സി ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ഹാഫ് ഡി സിൻ്റെ നേരെ ഒരു ഹാഫ് ഡി സി, അങ്ങനെ ടോട്ടൽ നമ്മൾ 4 ഹാഫ് ഡി സി ചെയ്തു. ഇനി അടുത്ത ഹാഫ് ഡി സി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഹാഫ് ഡി സിൻ്റെ നേരെ നമുക്ക് 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. 4 ഹാഫ് ഡി സി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്തു. ഇനി നമുക്ക് അടുത്ത 4 സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡി സി ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ച് ഞാൻ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുകയാണ്. സെക്കൻഡ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു ഹാഫ് ഡി സിൻ്റെ നേരെ ഒരു സെക്കൻഡ് സ്റ്റിച്ച് ചെയ്യുക. ഈ തേർഡ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പിലേക്കാണ്. ഇനി ഫോർത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഹാഫ് ഡി സിൻ്റെ അവിടെ നമ്മളൊരു ഫോർത്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത നമ്മൾ സ്റ്റിച്ച് വരുന്നത് ഈ ഒരു ഗ്യാപ്പിലാണ്. ഈ സ്പേസിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. ഇനി വീണ്ടും 4 ഹാഫ് ഡി സി ചെയ്യുക. ഫസ്റ്റ് ഹാഫ് ഡി സി ഈ ഒരു ഹാഫ് ഡി സിൻ്റെ നേരെ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഈ സ്പേസിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ ഒരു ഹാഫ് ഡി സി ചെയ്യുക. അപ്പോൾ 3 ആയി. വീണ്ടും സ്പേസിൽ നമുക്കൊരു ഹാഫ് ഡി സി ചെയ്യുക. അപ്പോൾ നമുക്ക് 4 ഹാഫ് ഡി സി ആയി. പിന്നെ നമ്മൾ ഹാഫ് ഡി സി ചെയ്യുന്നത് ഈ ഒരു സ്റ്റെമ്പിലാണ്. ഈ ഒരു ഹാഫ് ഡി സിൻ്റെ നേരെ നമുക്ക് 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. 5ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 4 ഹാഫ് ഡി സി ചെയ്യും. 5ാമത്തെ സ്റ്റിച്ചിനെ നമ്മൾ ഇൻക്രീസിങ് ആക്കും. അപ്പോൾ നമ്മൾ ഹാഫ് ഡി സി ചെയ്യുന്നത് ആദ്യം ഗ്യാപ്പിലാണെങ്കിൽ അടുത്ത സ്റ്റിച്ച് നമ്മൾ ഇവിടെ ചെയ്യും. പിന്നെ 3ാമത്തെ സ്റ്റിച്ച് ഗ്യാപ്പിൽ ചെയ്യും. 4ാമത്തെ സ്റ്റിച്ച് ഈ ഒരു സ്റ്റിച്ചിൻ്റെ നേരെ ചെയ്യും. പിന്നെ നമ്മൾ 5ാമത്തെ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പിൽ. 5ാമത്തെ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇവിടെ ഒരു ഹാഫ് ഡി സി, അങ്ങനെ നമ്മൾ 4 ഹാഫ് ഡി സി, ഒരു 5ാമത്തേൽ 2 ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ നമുക്ക് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു ഹാഫ് ഡി സിയും കൂടി ചെയ്ത് കൊടുക്കാം. ചെയിൻ 2 നമ്മൾ ഒരു ഹാഫ് ഡി സി ആയിട്ട് കൗണ്ട് ചെയ്യും. സെയിം തന്നെ നമുക്ക് ഒരു ഹാഫ് ഡി സിയും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാം. ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യാം. നമ്മളിവിടെ ചെയ്തിട്ടുള്ള തേർഡ് റൗണ്ട് ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ തന്നെ. ചെയിൻ 1 ചെയ്യാം, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഒരു ഹാഫ് ഡി സി ചെയ്യാം. ചെയിൻ 1 ചെയ്യാം, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഹാഫ് ഡി സി ചെയ്യാം. ചെയിൻ 1, ഒരു ഹാഫ് ഡി സി ചെയ്യാം. ചെയിൻ 1 ചെയ്യാം, ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹാഫ് ഡി സി ചെയ്യാം. നമ്മൾ താഴെയാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ചെയിൻ 1 ചെയ്യാം, താഴത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു ഹാഫ് ഡി സി ചെയ്യാം. ചെയിൻ 1, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹാഫ് ഡി സി. ഈ റൗണ്ട് നമ്മൾ ഈ എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയിൻ 1 സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്തു, ചെയിൻ 1 ചെയ്തു, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹാഫ് ഡി സി ചെയ്തു. അങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് ലാസ്റ്റിൽ വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇവിടെ നമുക്ക് സെയിം സ്പേസിൽ ഒരു ഹാഫ് ഡി സിയും കൂടി ചെയ്ത് കൊടുക്കുക. ലാസ്റ്റിൽ നമുക്ക് 2 ഹാഫ് ഡി സി വേണം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സെയിം സ്പേസിൽ 2 എണ്ണം ചെയ്തു. ഇവിടെ അതുപോലെ എൻഡിങ്ങിലും ഇവിടെ നമുക്ക് 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യാം. ചെയിൻ 2 ചെയ്യാം. ഇനി നമ്മൾ ഈ ചെയിൻ 2 കൗണ്ട് ചെയ്യുന്നില്ല കേട്ടോ. ചെയിൻ 2 കൗണ്ട് ചെയ്യാതെ നമുക്ക്
4 ഹാഫ് ഡി സി കിട്ടണം. 1 2 സെക്കൻഡ് വൺ ഞാൻ ഈ സ്പേസിൽ ചെയ്തു. 3 4 സ്പേസിൽ ചെയ്തു. 4 ഹാഫ് ഡി സി ചെയ്തു. ഇനി നമ്മൾ അടുത്ത 5th വണ്ണിൽ സെയിം സ്പേസിൽ തന്നെ 2 ഹാഫ് ഡി സി ചെയ്യാം. അപ്പോൾ നേരത്തെ ഇവിടെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. അപ്പം 4 ഹാഫ് ഡി സി ചെയ്യുക. 1 2 സ്പേസിൽ 3 അടുത്തതിൽ 4 ഹാഫ് ഡി സി ചെയ്യുക. 5th വണ്ണിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. വീണ്ടും 4 ഹാഫ് ഡി സി ചെയ്യുക. 1 2 3 4 5th വണ്ണിൽ നമുക്ക് ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ രണ്ട് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇങ്ങനെ 4 ഹാഫ് ഡി സി 5th വണ്ണിൽ 2 ഹാഫ് ഡി സി ഇങ്ങനെ ചെയ്ത് ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ ഇതിൻ്റെ ഈ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്കൊരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ നമുക്ക് ഒരു ഹാഫ് ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹാഫ് ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹാഫ് ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹാഫ് ഡി സി ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഈ റൗണ്ട് ഇങ്ങനെ ചെയിൻ 1 ഒരു ഹാഫ് ഡി സി, ചെയിൻ 1 സ്കിപ്പ് 1 ഒരു ഹാഫ് ഡി സി എന്നുള്ളത് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് സെയിം സ്പേസിൽ ഒരു ഹാഫ് ഡി സി കൂടി ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഹാഫ് ഡി സി ചെയ്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ആം ഹോളും മെഷർമെൻ്റ് എടുത്ത് ചെയ്യുക. നമുക്ക് സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യണ്ട. ഇതിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ആം ഹോളും ഈ 2 ആം ഹോൾ കഴിഞ്ഞിട്ട് ഉള്ള ഭാഗമാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്തുന്ന വരെ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അടുത്ത റൗണ്ടിൽ നമ്മൾ 4 ഹാഫ് ഡി സി ചെയ്യുക. 5th വണ്ണിൽ 2 എണ്ണം ചെയ്യുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത റൗണ്ടിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ചെയിൻ സ്പേസിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. പിന്നെ ചെയിൻ 1 ഒരു ഹാഫ് ഡി സി. ഈ സെയിം പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 7 റൗണ്ടാണ് എത്തിയത്. അപ്പോൾ നമുക്ക് എത്ര റൗണ്ടിലാണോ മെഷർമെൻറ്റ് കിട്ടുന്നത് അത്രയും റൗണ്ടിൽ എത്തുന്ന വരെ ഈ ഒരു സെയിം പാറ്റേൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഒന്നും കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില നമ്മൾ എടുക്കുന്ന യാണിൻ്റെയും ഹുക്കിൻ്റെയും ഒക്കെ സൈസിനനുസരിച്ചിട്ട് ഇത് സൈസ് വലുപ്പത്തിന് ഡിഫറൻസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്ട്രാപ്പിൽ ആം ഹോൾ ആദ്യം എടുക്കുക. ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ ആം ഹോൾ എടുത്തിട്ട് ഈ 2 ഭാഗത്തും ആം ഹോൾ എടുക്കുക. അതിന് ശേഷം വരുന്ന ഈ ഇത്രയും ഭാഗമാണ് നമ്മൾ ചെസ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഈ ചെസ്റ്റ് കിട്ടുന്നത് വരെ ചെസ്റ്റ് ഇപ്പം എനിക്ക് ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ചാണ് വേണ്ടത്. ന്യൂ ബോൺ സൈസ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു സൈസ് മതി. നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടത് അത്രയും സൈസിൽ ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് റൗണ്ട് കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സെയിം റൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റൗണ്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മെഷർമെൻറ്റ് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. റൗണ്ട് കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് ചെയിൻ്റെ യാണിൻ്റെ തിക്നെസ്സും അതുപോലെ സെറ്റും ഒക്കെ സൈസ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ചെയിൻ സ്റ്റിച്ചസിനൊക്കെ സൈസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക. ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ആം ഹോളും അതുപോലെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും എടുക്കാം. എനിക്കിവിടെ ആം ഹോള് 2.5 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ
ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചതാണ്. ആം ഹോൾ ഉണ്ടോ മെഷർമെൻറ്റ് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യാം, കറക്റ്റ് സെൻറ്ററിൽ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കണം ഇവിടെ കറക്റ്റ് സെൻറ്റർ ആണോ എന്ന് ഒരുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിക്കണമെന്ന് നോക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് ആം ഹോളാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് 2.5 ഇഞ്ചാണ് ആം ഹോൾ കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിവിടെ 2.5 ഇഞ്ച് ആം ഹോൾ ഞാൻ ആദ്യം അടയാളപ്പെടുത്താം. ആദ്യം ഇവിടെ ഞാനിവിടെ 2.5 ഇഞ്ചിൽ ആം ഹോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടയാളപ്പെടുത്തുമ്പോൾ ഈ ബാക്ക് സൈഡത്തെ ഈ ഒരു ഇതിലേക്ക് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. സെയിം ഇങ്ങനെ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ ഇങ്ങനെ. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഭാഗം അടുത്ത ഭാഗം ആം ഹോൾ 2.5 ഇഞ്ച് എടുത്തിട്ട് 2.5 ഇഞ്ച് മെഷർമെൻറ്റ് എടുക്കുക. അതാ 2.5 ഇഞ്ചാണ് മെഷർമെൻറ്റ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2.5 ഇഞ്ചിൽ എന്ത് ചെയ്യാം, ഈ രണ്ട് ഭാഗത്തേക്കും കൂടി ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആം ഹോൾ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് 7 ഇഞ്ചാണ് 6.5 ഇഞ്ച് 7 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ വേണ്ടത് അത്രയും ഇങ്ങനെ നോക്കുക. അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് 7 ഇഞ്ച് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് നോക്കിയപ്പോൾ എനിക്ക് 7 ഇഞ്ച് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ എത്ര ഇഞ്ചാണോ വേണ്ടത്, ഇപ്പോൾ 8 ഇഞ്ചാണെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ 8 ഇഞ്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ വീണ്ടും 1-2 റൗണ്ട് ഈ സെയിം പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് കിട്ടും. അല്ലാതെ നിങ്ങൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ സ്റ്റിച്ചസ് നമ്മൾ 18-20 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ 1-2 സ്റ്റിച്ചസ് കുറഞ്ഞു വന്നാൽ നിങ്ങൾക്കിത് കൗണ്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഓരോ സ്റ്റിച്ചും കൗണ്ട് ചെയ്യണമല്ലോ. അപ്പം നമുക്ക് കൗണ്ട് ചെയ്യൊന്നും വേണ്ട. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ നമുക്ക് മെഷർമെൻറ്റ് എടുത്തിട്ട് എടുക്കാം. അപ്പോൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനാകുമ്പോൾ കസ്റ്റമറിനോട് ചോദിക്കുക, അവരുടെ ആം ഹോള് അവരോട് പറയാം കുട്ടിയുടെ ആം ഹോളും അതുപോലെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ലെങ്ത്തും ഇത്രയും കിട്ടിയാൽ, അതുപോലെ ഈ ഒരു നെക്കിൻ്റെ മെഷർമെൻറ്റും ഇത്രയും മെഷർമെൻറ്റ് കിട്ടിയാൽ നമുക്ക് ഫ്രോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെ ചോദിക്കേണ്ടത് വെച്ചാൽ ആദ്യം നെക്കിൻ്റെ മെഷർമെൻറ്റ്. നെക്ക് നമുക്കിങ്ങനെ ഡ്രസ്സിൽ നെക്കിലിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിലും വെച്ച് കൊടുക്കാൻ പറയാം. ചുറ്റിലും നമ്മളിങ്ങനെ വെച്ച് എത്ര ഇഞ്ച് ഉണ്ട് അല്ലെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കുക. 12 ഇഞ്ച്, അതുപോലെ 30-31 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ അതുപോലെ അവരോട് ചോദിക്കുക എത്രയാണോ നെക്കിൻ്റെ മെഷർമെൻറ്റ് ഉള്ളത്. അതുപോലെ ആം ഹോളും പിന്നെ ആം ഹോൾ പിന്നെ ഒരു 1/2 ഇഞ്ച് ഒക്കെ നമുക്ക് അധികം കുറച്ചെടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഇനി അടുത്ത റൗണ്ടിൽ സ്റ്റിച്ചസ് 2-3 സ്റ്റിച്ച് കൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഈ ആം ഹോളിലേക്ക് ആഡ് ആവും. അപ്പോൾ 3 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ വേണ്ടതെങ്കിൽ നമ്മൾ 2.5 ഇഞ്ച് എടുത്താൽ മതി. ആം ഹോള് 5 ഇഞ്ചാണ് ആം ഹോൾ വേണമെങ്കിൽ നമ്മളൊരു 4.5 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ആം ഹോള് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എടുത്താൽ മതി. എന്താ വെച്ചാൽ അടുത്ത റൗണ്ടിൽ ഇനി നമ്മൾ സ്റ്റിച്ചസ് കൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഫസ്റ്റ് നെക്കിൻ്റെ മെഷർമെൻറ്റ് വാങ്ങിക്കുക, അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു സെയിം പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തതിന് ശേഷം എത്രയാണോ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ആം ഹോളും ഉള്ളത്, ഫസ്റ്റ് നമ്മൾ ആം ഹോൾ എടുക്കുക. ആം ഹോൾ എടുത്തിട്ട് അവിടെ സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇവിടെ ആം ഹോൾ എടുക്കുക, സ്റ്റിച്ച് മാർക്കർ വെക്കുക. അതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കറും വെച്ചിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയെന്ന് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും. കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റൗണ്ട് കുറച്ചിട്ട് ഈ റൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തത് 1-2 റൗണ്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ സെയിം പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിക്ക് നിങ്ങൾ അളന്ന് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിൽ കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇനി നമുക്ക് 1-2 ചേഞ്ച് ചെയ്യുക. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്കൊരു ഹാഫ് ഡി സി ചെയ്യാം. ഈ ഒരു ഹാഫ് ഡി സിൻ്റെ നേരെ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഇവിടെ ഈ സ്പേസിൽ ഒരു ഹാഫ് ഡി സി,
അങ്ങനെ നമുക്ക് എല്ലാ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള രീതിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. മെഷർമെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൗണ്ടിലും ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ മെഷർമെൻറ്റ് നമ്മളിത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ സിസ് മാർക്കർ വെച്ചിട്ടുണ്ട്. ഈ ഒരു സിസ് മാർക്കർ എത്തുന്ന വരെ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ റൗണ്ടും എഴുതി വെച്ചിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചസൊക്കെ ഡിഫറെൻറ്റ് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യാം. ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ വെച്ച് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. അല്ലെങ്കിൽ മെഷർമെൻറ്റ് നോക്കിയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഓരോ ഇതിലും മെഷർമെൻറ്റ് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് സിസ് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സിസ് മാർക്കർ ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സിസ് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ ഒരു സ്റ്റിച്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു സിസ് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ രണ്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ കൂട്ടി വെച്ചതുകൊണ്ട് ഇങ്ങനെയാണല്ലോ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സിസ് മാർക്കർ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാറി പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു സിസ് മാർക്കർ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു സിസ് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി yarn over ചെയ്യുക. ഇത്രയും ചെയിന് നമുക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സിസ് മാർക്കർ വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സിസ് മാർക്കറിലേക്ക് yarn over ചെയ്തിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ആം ഹോള് ഇവിടെ ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്പേസും കൂടി നമുക്ക് ആം ഹോളിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2.5 എടുത്തിട്ട് നമുക്ക് ഇത്രയും ഭാഗം കൂടി ആം ഹോളിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആം ഹോൾ എത്രയാണോ ഉള്ളത് അപ്പോൾ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കുറച്ചെടുത്താലും ആം ഹോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്പേസിൽ ചെയ്യുക, ഒന്ന് നേരത്തെ ചെയ്ത ഹാഫ് DCൻ്റെ ആ ഒരു ചെയിനിൽ ചെയ്യുക, സ്പേസിൽ ചെയ്യാം, ഹാഫ് DCൻ്റെ നേരെ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു സിസ് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളത് ഈ ഒരു സിസ് മാർക്കർ തൊട്ടിട്ട് ഈ ഒരു സിസ് മാർക്കർ വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്കൊരു സിസ് മാർക്കർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സിസ് മാർക്കർ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ സിസ് മാർക്കർ ഉണ്ട്. നമ്മൾ ചെയിൻ 3 ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്തിട്ട് ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സിസ് മാർക്കർ വെച്ചിട്ടുള്ള ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള സിസ് മാർക്കറിലേക്ക് yarn over ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇത്രയും ഭാഗത്ത് ആം ഹോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി സിസ് മാർക്കറിൻ്റെ ആവശ്യമില്ല. സിസ് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്ക് എല്ലാ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ഈ ഒരു എൻഡ് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ളത് ഈ ഒരു എൻഡ് എത്തുന്നവരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയിൻ 2 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഈ ഒരു പാറ്റേൺ ഈ ഒരു റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നല്ല ഭാഗത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തുന്നവരെ നമുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതുവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിവിടെ ആം ഹോളിൽ 3 ചെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു 3 ചെയിനിലും ഓരോ ഹാഫ് ഡി സി തന്നെ ചെയ്ത് കൊടുക്കാം. 1 നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക, നെക്സ്റ്റിലും ഒരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഹാഫ് ഡി സി വീതം ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റിച്ചിൽ ഹാഫ് ഡി സി ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഭാഗം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ വരെ ചെയ്യാം. സിസ് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ചെയ്തിട്ട് നമ്മൾ ഈ ഒരു 4 ചെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു 3 ചെയിനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആം ഹോളിൻ്റെ ഭാഗത്ത്. അവിടെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്ന് പറഞ്ഞ രീതിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 3 ചെയിൻ തന്നെ ചെയ്ത് കൊടുക്കാം. 1 2 3 3 ചെയിന് ഈ ഒരു ഭാഗത്ത് നമ്മൾ 3 ഹാഫ് ഡി സി ഈ ഒരു ഭാഗത്ത് ഈ 3 ചെയിനിൽ ചെയ്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആം ഹോള് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആം ഹോള് ഒന്ന് മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. നമ്മൾ 2.5 ഇഞ്ചാണ് ആം ഹോൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്കൊരു 3.5 ഇഞ്ചിൻ്റെ അടുത്ത് ആം ഹോൾ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് 3.5 ഇഞ്ച് നമുക്ക് ആം ഹോൾ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.5 ഇഞ്ച് 1 ഇഞ്ച് അധികം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും മെഷർമെൻറ്റ് നോക്കിയിട്ട് ചെയ്യുക. അപ്പം നമുക്ക് കറക്റ്റിൽ കിട്ടും. പിന്നെ ഓരോ റൗണ്ടിലും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലാസ്റ്റ് ഒന്നിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്താൽ ഇത് നമുക്ക് സ്റ്റിച്ച് നമ്മൾ നൂലുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ലാസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കത് ഫുള്ള് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഇതിങ്ങനെ കറക്റ്റാണോ നോക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ആ ഒരു സ്റ്റെപ്പിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു 1-2 സ്റ്റെപ്പ് മാത്രം നമുക്ക് റിമൂവ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ ദൂരിയിട്ട് ഫസ്റ്റ് തൊട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഓരോ സ്റ്റെപ്പും കറക്റ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഈ ഒരു പാറ്റേൺ ഇവിടെ ചെയ്തിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് ബാക്ക് സൈഡിൽ ഓപ്പൺ കുട്ടികൾക്ക് തല കൊള്ളാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ നേരെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 2 ചെയിൻ ചെയ്യാം. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ഒരു റൗണ്ടും കൂടി ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു അപ്പം നമ്മളിങ്ങനെ ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ളതിൽ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട്
നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡീസിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ യോക്കിൻ്റെ ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് യോക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത്രയും ലെങ്ത് എത്തുന്നവരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 2 3 ഇവിടെ ഞാൻ 3 ചെയിൻ ചെയ്യുന്നുണ്ട്. യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഇനി ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യാം. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 3 ചെയിൻ നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ഒരു DC ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ചെയിനിൽ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഒരു 1 ചെയിൻ ഇതിൻ്റെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ചെയിൻ ചെയ്തു. പിന്നെ സെയിം സ്പേസിൽ തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ സെയിം ചെയിൻ ചെയ്യുക. ഇതാണ് ഈ റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് 1 2 ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ നമുക്ക് ഇതുപോലെ ഒരു ഫാൻ സ്റ്റിച്ച് കൂടി ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൽ 2ൽ കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാൻ സ്റ്റിച്ച് എന്ന് പറയുക. അപ്പോൾ സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 1 ചെയ്യാം. സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫാൻ സ്റ്റിച്ച് കിട്ടി. 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ കണ്ടോ. നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. 1 2 പിന്നെ ചെയിൻ 1 ചെയ്തു. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു സെയിം സ്പേസിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെയുള്ള താഴെ ചെയ്ത ഫസ്റ്റ് ചെയ്ത 1 2 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് ഫാൻ സ്റ്റിച്ച് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫാൻ സ്റ്റിച്ച് കൂടി ചെയ്തു. 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി വീണ്ടും ഇവിടുന്ന് 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ നമ്മൾ ഈ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫാൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു സ്പേസിൽ ഒരു ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 വീണ്ടും സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ താഴെ ഭാഗത്ത് ഈ 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമുക്കൊരു ഫാൻ സ്റ്റിച്ച് കൂടി കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3rd ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. എന്നിട്ട് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഈ ഫാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ചുറ്റിലും ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ചെയ്യുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത ട്രിപ്പിൾ ക്രോഷ്യേൻ്റെ നേരെ ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്തതുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത്
ഹുക്ക് ഇൻസേർട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്യുന്നത്. ഈ ഒരു വി സ്റ്റിച്ചിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്പേസിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും ആ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ടു ടൈംസ് ആണ് ഓവർ ചെയ്യുക. നേരത്തെ ചെയ്ത ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യേൻ്റെ നേരെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമുക്കിങ്ങനെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് കിട്ടുന്ന വരെ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വിഡ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ആ ഒരു സ്പേസിൽ നിങ്ങൾ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതുപോലെ 4 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 4 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ചെയ്യാം. ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വിഡ്ത്ത് കൂടി കിട്ടും. പക്ഷെ നമ്മൾ ഈ ഒരു ഫ്രോക്ക് അത്ര വിഡ്ത്ത് വേണ്ട നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമ്മൾ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ലാസ്റ്റ് ഫാൻസി സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. 2 ടൈംസ് yarn over ചെയ്ത് ഈ ലാസ്റ്റ് ഡി സിയിൽ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, yarn over ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, yarn over ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൽ സ്കിപ്പിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് സെൻറ്ററിലേക്ക് ഇട്ടിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഈ റൗണ്ട് നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഈ ചെയിൻ 1 ചെയ്തിട്ടുള്ള സ്പേസിലാണ് നമ്മളെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 3 ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ഈ ചെയിൻ 1 ചെയ്തിട്ടുള്ള ഈ ഒരു സ്പേസിലാണ് നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു, ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സ്കേർട്ടിൻ്റെ 3rd റൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫാൻസി സ്റ്റിച്ച് 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 ടൈംസ് yarn over ചെയ്തിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ട്രിപ്പിൾ ക്രോഷ്യയുടെ നേരെ ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ആണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ചെയ്തിട്ടുള്ള ട്രിപ്പിൾ ക്രോഷ്യയുടെ ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഈ ഒരു ഫാൻസി സ്റ്റിച്ചിൻ്റെ ചെയിൻ 1 സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ട്രിപ്പിൾ ക്രോഷ്യൻ്റെ നേരെ നമുക്ക് ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നേരത്തെ ചെയ്ത ഈ 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ചെയ്ത ആ ചെയിൻ 1 സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യയുടെ നേരെ നമുക്ക് 2 ടൈംസ് yarn over ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 3rd റൗണ്ടാണ്. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് എത്തുന്നവരെ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ചുറ്റിലും വന്നിട്ട് ഇവിടെ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ചെയിൻ
ഫസ്റ്റ് DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 2 ചെയ്യുക, ചെയിൻ 3 ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള ഈ ഒരു പാറ്റേൺ ചെയ്യുക. പിന്നെ ഈ ട്രിപ്പിൾ ക്രോഷ്യേൻ്റെ നേരെ നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ, ഇങ്ങനെ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ, ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ നമുക്ക് എത്ര റൗണ്ടാണോ വേണ്ടത് അത്രയും റൗണ്ടിൽ നമുക്കിങ്ങനെ താഴോട്ട് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഞാൻ 3rd റൗണ്ടാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് കുറച്ച് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മളിങ്ങനെ ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ 1 ട്രിപ്പിൾ ക്രോഷ്യേൻ്റെ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ നമ്മളിങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പം ഇവിടുന്ന് 12 ഇഞ്ചാണ് മെഷർമെൻറ്റ് വേണ്ടത്. അപ്പോൾ അത്രയും മെഷർമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ ഒരു റൗണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളിവിടെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് 2 ചെയിൻ ചെയ്ത ആ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യാം, യാൺ കട്ട് ചെയ്യാം, യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലും വേണമെങ്കിലും ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് യാൺ ഇങ്ങനെ മുകളിലേക്കും അതിനുശേഷം താഴത്തേക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ചെയിനിലേക്ക് എടുത്തിട്ട് നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏത് കളേഴ്സിലും വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗം ഒന്നും കൂടി ക്ലീൻ ആക്കാനുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു എഡ്ജൊന്നും ഒരു നീറ്റില്ലാതെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു നീറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് യാൺ എടുത്തിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് നീറ്റാക്കി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടൈലൻ്റ് എടുത്തിട്ടുള്ള യാണാണ്. ഈ യാണ് നമുക്കൊന്ന് ഇങ്ങനെ മുകളിലേക്കും അതിനുശേഷം താഴത്തേക്കും ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് ഈ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് യാണ് അധികം പിടിക്കുക. ഈ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ചെയിൻ 1 ചെയ്യാം. നമുക്കിങ്ങനെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഡബിൾ ക്രോഷ്യ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയിന് പോലെ കാണുന്ന ആ ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ടൈലൻ്റ് ഇതിൻ്റെ കൂടെ ബാക്ക് സൈഡിൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മളെടുത്തിട്ടുള്ള ടൈലൻ്റ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹൈഡായി വരും. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് നല്ല നീറ്റായി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ നീറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഓരോ ചെയിൻ ഇങ്ങനെ നോക്കുക. ഇവിടെ ഈ ഒരു സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു സ്പേസിലൊക്കെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ചെയ്തിട്ട് നമ്മളിവിടെ ഈ ഒരു കോർണറിലെത്തി, ഈ ഒരു ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം.
കണ്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ വർക്ക് ടേൺ ചെയ്യാം. അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യുക. എല്ലാവരും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. അപ്പോഴേ നമുക്ക് നമ്മളെ ഫ്രോക്കൊക്കെ നല്ല നീറ്റിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ചിലവർ ഈ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നല്ല ക്യൂട്ടിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ക്യൂട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആ ഒരു നല്ല നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണുമ്പോൾ കണ്ടോ, നേരത്തെ കണ്ട നമുക്ക് ഈ ഒരു ഭാഗം, ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ആ ഒരു ടൈലൻഡ് നമുക്കിങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വെക്കുക. പിടിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിങ്ങനെ ഹൈഡാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു തെമ്പത്ത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ യാണ് ഊരി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം, ഈ ഒരു ടൈലൻഡ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അധികം നൂലുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ കുറച്ച് അധികം യാണുണ്ട്, അപ്പോൾ അങ്ങനെ അധികം ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒരു വൃത്തികേടായിട്ട് കാണും. അപ്പോൾ അതിനാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിതിൻ്റെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്യാം. യാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും വീണ്ടും എന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ആണും നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ടിക്കെട്ടി കൊടുക്കാം. ഈ ആണ് എന്ന് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് എടുത്ത ടൈലൻഡിൻ്റെ ബാലൻസ് വരുന്ന യാണാണ്. അതുപോലെ ഈ ആണ് ഇപ്പം നമ്മൾ ചെയിൻ 1 ചെയ്ത് കട്ട് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഈ ഒരു യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമ്മൾ ബാക്ക് സൈഡിൽ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നോർമൽ ബട്ടൺ എന്നാണ് അറ്റാച്ച് ചെയ്യുന്നത്. എനിക്ക് 2 or 3 ബട്ടൺ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ബട്ടണാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു എഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. അതുപോലെ ഈ ഒരു ഭാഗത്തും നമുക്ക് തുന്നിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 2 ബട്ടൺസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഹോളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ബട്ടൺ ഹോളൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഇത് ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗം നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് പോർഷനിൽ ഇപ്പോൾ നമുക്ക് 1 or 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് 12 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. എനിക്ക് 15 ഇഞ്ച് ലെങ്ത്ത് വേണം. അപ്പോൾ ഞാൻ ഇനി 3 ഇഞ്ച് 2.5 ഇഞ്ചിൻ്റെ അടുത്ത് ഞാൻ വേറെ ഒരു കളറ് യാണ് വെച്ചിട്ടാണ്, വൈറ്റ് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കളറിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം. നമുക്ക് ഇതുപോലെ ബോർഡർ കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈലൻഡ് എടുക്കാം. അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഈ ഒരു ചെയിനിലേക്ക് ഇങ്ങനെ കുറച്ചധികം ടൈലൻഡ് എടുത്തിട്ട് 1 2 3 4 ചെയിൻ ചെയ്യാം. ഇനി നമുക്ക്
ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഇവിടേക്ക് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് 4 ചെയിൻ ചെയ്യാം. 1 2 3 4. നമുക്ക് ഈ ഒരു ഭാഗം ഈ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും 1 2 3 4 ചെയിൻ ചെയ്യാം. ഈ 2 സ്റ്റിച്ച് ഡേസിൻ്റെ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും 1 2 3 4 ഈ 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 ഈ ഒരു ഫാൻ സ്റ്റിച്ചിൻ്റെ ഇവിടെ നമുക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 ഇതുപോലെ ഈ ഒരു ഫാൻ സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്കിങ്ങനെ ചുറ്റിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. 4 ചെയിന് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഈ രണ്ട് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ചുറ്റിലും നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും 4 ചെയിന് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് 4 ചെയിൻ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ഇങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. ചുറ്റിലും ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഞാനിവിടെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതാണ് ഈ ഒരു ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഇവിടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു സ്ലീപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 2 3 4 ചെയിൻ ചെയ്യാം. yarn over ചെയ്യാം. ഈ സെയിം തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ആണ്. നമ്മൾ ഇനി ഈ ഒരു ലെയറിൽ ഈ ഒരു ഭാഗത്ത് ഇനി കുറച്ചുകൂടി ലെയർ വരാൻ വേണ്ടിയിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ 4 ഡബിൾ ക്രോഷ്യ ആണ് നമുക്കൊരു ഫാനൽ സ്റ്റിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ. ഈ പ്രാവശ്യം നമുക്ക് 6 ഡബിൾ ക്രോഷ്യ ആണുള്ളത്. ഇത് ചെയിൻ 4 ചെയ്തു. പിന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി 2 ടൈംസ് yarn over ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അവിടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ 1 2 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഒക്കെ ഈ ഒരു സ്പേസിൽ തന്നെ കേട്ടോ നമ്മൾ ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. 2 ടൈംസ് yarn over ചെയ്യുക. നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ സ്പേസിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ 1 2 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കണ്ടോ അങ്ങനെ ലെയറായിട്ട് വരുന്നുണ്ട്. ഇനി 2 ടൈംസ് yarn over ചെയ്തിട്ട് നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ റൗണ്ടിലെ പാറ്റേൺ. ഇതെല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ 2 ടൈംസ് yarn over ചെയ്തിട്ട് ഈ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇങ്ങനെ അടിയിൽ കൂടിയ
ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്കിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മറിച്ച് വെക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഒരു ഡബിൾ ക്രോഷ്യം കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് 4 ചെയിൻ ചെയ്ത ആ ഒരു 4 ചെയിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന താഴത്തുനിന്ന് മുകളിലേക്കാണ്. ഫ്രണ്ട് പോസ്റ്റ് സ്ലീപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇവിടേക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സെൻറ്ററിലേക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3 നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 സെയിം സ്പേസിൽ നമുക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 3 ഇവിടെ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ. ഈ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. 2 ടൈംസ് ആണോവർ ചെയ്യുക. നേരത്തെ ചെയ്ത ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യയുടെ നേരെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് 3 ചെയിന് 3 DC സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ചെയിൻ 1 സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമ്മൾ ഇതുവരെ ചെയ്ത പാറ്റേൺ തന്നെയാണ്. ഇവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു, ഒരു ഡബിൾ ക്രോഷ്യ എക്സ്ട്രാ ചെയ്യുന്നു എന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ടൈംസ് ആണോവർ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യയുടെ നേരെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 3 DC സ്കിപ്പ് ചെയ്തിട്ട് ഈ ചെയിൻ 1 ചെയ്ത സ്പേസിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 3 ഇനി നമ്മൾ 2 ടൈംസ് ആണോവർ ചെയ്തിട്ട് 3 DC സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യൻ്റെ നേരെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ. 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ, ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും നമുക്കിങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് അത് എത്ര ലെയർ വേണോ അത്രയും ലെയർ അനുസരിച്ച് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ എത്തിയിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു ട്രിപ്പിൾ ക്രോഷ്യൻ്റെ നേരെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇവിടേക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാനൊന്ന് കാണിച്ചു തരാം, ഒരു റൗണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചുറ്റിലും ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ സെക്കൻഡ് റൗണ്ടും ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ഇവിടെ ചെയ്തു. ഇനി ഫസ്റ്റ് ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സെൻറ്ററിലേക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി പിന്നെ ഇവിടെ സെൻറ്ററിൽ 3 ചെയിൻ ചെയ്യുക. ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ 3 ചെയിൻ ചെയ്തു. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ ഒരു 3 ചെയിൻ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം പാറ്റേൺ തന്നെ ട്രിപ്പിൾ ക്രോഷ്യൻ്റെ നേരെ നമുക്ക് 2 ടൈംസ് യാർൻ ഓവർ ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1 ചെയ്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക.
ഇനി ഒരു ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ ഈ റൗണ്ടും നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഈ ഒരു നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയായിട്ട് പിന്നെ ലെയർ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ എനിക്കൊരു ഈ റൗണ്ടും കൂടി മതി, അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇവിടെ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ, ഇവിടെ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ 3 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലെയർ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു താഴെയൊക്കെ ഒരു ലെയർ വൈറ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ അവിടെ നമുക്ക് ഒരു പിന്നെ ഇത് ചെയ്ത് കൊടുക്കാം, ഒരു ലെയർ വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ ഇവിടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ബാക്ക് സൈഡിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, ഇത് ഫ്രണ്ടാണ്. ഈ ബാക്കിലാണ് നമ്മളിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 ചെയിൻ ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഡി സി സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡി സിയിൽ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക, 1 2 3. ഈ ഡി സി സ്കിപ്പ് ചെയ്യുക. ഈ ഡി സിയുടെ ഇവിടെ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ത്രീ ചെയിൻ ചെയ്യുക. ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു. അങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിലും 3 ചെയിൻ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, 3 ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. നമുക്ക് യാൺ ഓവർ ചെയ്യാം. ഈ ഒരു 3 ചെയിൻ ചെയ്ത ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. നമുക്ക് 1 2 3 ഡി സി ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 3 ഡി സി ചെയ്ത് കൊടുക്കുക. നമ്മൾ താഴെ ഈ ഒരു ലെയറിന് ചെയ്ത സെയിം പാറ്റേൺ തന്നെ 3 ഡി സി ചെയിൻ 1 3 ഡി സി ചെയ്യുക. 1 2 3 ഡി സി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ 3 ഡി സി ചെയിൻ 1 3 ഡി സി ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഈ ഒരു സ്പേസ് എടുക്കുക. അടുത്ത സ്പേസിലും നമുക്ക് സെയിം പാറ്റേൺ തന്നെ 3 ഡി സി 1 2 3 ഡി സി ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 3 ഡി സി ചെയ്ത് കൊടുക്കുക. 1 2 3 ഡി സി ചെയ്തു. അപ്പോൾ ഇതിൽ 3 ഡി സി ചെയിൻ 1 3 ഡി സി ചെയ്തു. ഈ സ്പേസിലും അതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്പേസിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ സ്പേസിലും 6 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ചെയിൻ 1 ചെയ്യും, പിന്നെ വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്ക് ആ ഓരോ സ്പേസിലും 6 ഡബിൾ ക്രോഷ്യ ആണ് കിട്ടുക. അതിന് 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് നമ്മളൊരു ചെയിൻ കിട്ടുന്നുണ്ട്. അങ്ങനെ അത് ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 3 ഡബിൾ ക്രോഷ്യ ഇങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡി സിയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. യാൺ കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ അതിങ്ങനെ മുകളിലേക്കും താഴത്തേക്ക് കൊടുത്തിട്ട് ആ യാണൊന്ന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കെട്ടി കൊടുക്കാം. പിന്നെ ഇതേപോലെ ഏതെങ്കിലും ഒരു ചെയിനിലേക്ക് തന്നെ എടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക.
ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കിങ്ങനെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ബാലൻസ് വരുന്ന യാൺ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അടുത്ത സ്ലീവിനും ഇതേപോലെ സെയിം പാറ്റേൺ തന്നെ ചെയ്യാം. അപ്പം നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്ലീവിനും പിന്നെ അതുപോലെ താഴെ ഭാഗത്തും വൈറ്റ് ആണ് വെച്ചിട്ട് ചെയ്ത് അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. Thank you for watching and thank you for subscribing.